വരുന്നു വൈദ്യുതി സ്മാർട്ട് മീറ്റർ. കോവിഡ് കാലത്താണ് വൈദ്യുതി മേഖലയിലെ പരിഷ്കരണങ്ങൾ നടപ്പാക്കിയ ചില പരിഷ്കരണങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെൻറ്, അതായത് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനോടുകൂടി ചേർന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ മാറ്റങ്ങൾ, പരിഷ്കരണങ്ങൾ വരുത്തിയാൽ 0.5% അധികമായി കടമെടുക്കാം എന്ന ഒരു സാഹചര്യം ഒരുക്കിയത്. കേരളം അത് വാങ്ങിയെടുക്കത്തക്ക രീതിയിൽ തന്നെ അതിൻ്റെ പരിഷ്കരണങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷെ അവസാനം വന്നപ്പോൾ സ്മാർട്ട് മീറ്ററിൽ തട്ടി ആ പരിഷ്കരണങ്ങൾ നിന്നു. എന്താണ് സ്മാർട്ട് മീറ്ററിൽ തട്ടി ആ പരിഷ്കരണങ്ങൾ നിൽക്കാനുണ്ടായ കാരണം? സ്മാർട്ട് മീറ്റർ തന്നെ എന്തിനാണ് കൊണ്ടുവരുന്നത്? സ്മാർട്ട് മീറ്റർ കൊണ്ടുവരുന്നത് നമ്മുടെ വിതരണ നഷ്ടം ഇല്ലാതെയാക്കുക, അതുപോലെ തന്നെ വൈദ്യുതി മോഷണം ഇല്ലാതാക്കുക. അതും വിതരണ നഷ്ടത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. എങ്ങനെയാണ് വൈദ്യുതിയുടെ വിതരണ നഷ്ടം കണക്കാക്കിയിരിക്കുന്നത്? കേരളത്തിൽ തന്നെ ഓൾ ഇന്ത്യ തലത്തിലും വലിയ തോതിൽ വൈദ്യുതി പ്രസരണ നഷ്ടം, അതായത് വിതരണ സമയത്ത് നഷ്ടം വരുന്നുണ്ട്. കേരളത്തിലാണെങ്കിൽ അത് 18% മുതൽ 30% വരെ വരും എന്നാണ് കണക്ക്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാരം ആരുടെ തലയില? ഇലക്ട്രിസിറ്റി ബോർഡിന് ആദായം ഉണ്ടാവുകയില്ല, നഷ്ടത്തിലാകും. മാത്രവുമല്ല, ഈ ഭാരം മുഴുവനും ഓരോ യൂണിറ്റ് ഇലക്ട്രിസിറ്റിയും കൺസ്യൂം ചെയ്യുന്ന ഉപഭോക്താക്കളിലാണ്, വ്യവസായങ്ങളിലാണ്, കൃഷിയിലാണ് ഒക്കെ വന്നു ചേരുന്നത്. അപ്പോൾ അത് ഇല്ലാതെയാക്കുക എന്ന് വെച്ചാൽ വിതരണ സമയത്തെ നഷ്ടം, അതുപോലെ വൈദ്യുതി മോഷണം, ഇവ ഇല്ലാതെയാക്കിയാൽ കാര്യക്ഷമമായി വൈദ്യുതി മേഖലയുടെ പ്രവർത്തനം നടക്കും. അതുമാത്രവുമല്ല, ഓരോ ഉപഭോക്താവിൻ്റെയും തലയിൽ വരുന്ന ഭാരം കുറയുകയും ചെയ്യും. അതാണ് സ്മാർട്ട് മീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സ്മാർട്ട് മീറ്റർ കൊണ്ടുവരിക, അതായിരുന്നു ഈ പറയപ്പെട്ട പരിഷ്കരണങ്ങളുടെ ഏറ്റവും അവസാനത്തെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പടിയും. അപ്പോൾ അതിന് പരിഷ്കരണങ്ങളുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ സംസ്ഥാനങ്ങളുടെ മുൻപിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഒരു ഉപാധി വെച്ചു. അതായത് ടോടെക്സ് മോഡൽ സ്മാർട്ട് മീറ്റർ നടപ്പിലാക്കുക. അതായത് ആ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മോഡൽ, അതിൽ നിന്നാണ് ഈ ടോടെക്സ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന ഒരു കമ്പനി അത് നിറവേറ്റാൻ തയ്യാറായിരുന്നു. ആ കമ്പനി തന്നെയാണ് പല സംസ്ഥാനങ്ങളിലും അത് കൊടുത്തത്. അപ്പോൾ ആ അനുസരിച്ച് 30 വർഷം കൊണ്ട് വലിയ തോതിൽ ചെലവ് വരുന്ന ഒരു പദ്ധതിയാണ്, മൂലധന ചെലവ് വരുന്ന പദ്ധതിയാണ്. അപ്പം അത് 30 വർഷം കൊണ്ട് അതിന് വരുന്ന ചെലവ് ഉപഭോക്താക്കളിൽ നിന്ന് ക്രമേണ മേടിച്ചെടുക്കുക. അപ്പം യൂണിറ്റ് പ്രൈസിൽ വളരെ ചെറിയ തോതിലെ അതിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. ആ തരത്തിൽ വാങ്ങിച്ചെടുക്കുക എന്ന രീതിയിലാണ് കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ ഒരാവശ്യം മുന്നോട്ട് വച്ചത്. പക്ഷേ അത് കേരളത്തിലെ ട്രേഡ് യൂണിയനുകളും ഗവൺമെൻറ് ഒത്തുചേർന്ന് തന്നെ നിഷേധിച്ചു. അതായത് ഇങ്ങനെ ഒരു ടോടെക്സ് കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുക അസാധ്യമാണ് എന്ന് പറഞ്ഞു. നമുക്കറിഞ്ഞുകൂടെ എന്തൊക്കെയാണ് അവർ നിരത്തിയ കാരണങ്ങൾ, പൊതുജനം അറിയാൻ നിരത്തിയ കാരണങ്ങൾ. അതിനേക്കാൾ നന്നായി തന്നെ ഞങ്ങൾ ഇവിടുന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒരു കൺസോർഷ്യം ഫോം ചെയ്ത് ഇലക്ട്രിസിറ്റി ബോർഡും ചേർന്ന് ഇവിടെ തന്നെ സ്മാർട്ട് മീറ്റർ നിർമ്മിച്ച് ആ സ്മാർട്ട് മീറ്റർ ഉപയോഗിക്കാം എന്നായിരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് കേന്ദ്രത്തിലേക്ക് കൊടുത്ത റിപ്ലൈ. പക്ഷേ അത് കേന്ദ്രത്തിന് അത് ചെയ്യുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷേ ആദ്യഘട്ടത്തിൽ അത് സമ്മതിച്ചില്ല. അങ്ങനെ അവസാനം നമുക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ മാർച്ച് മാസത്തിൽ സുപ്രീം കോടതിയിൽ വരെ സംസ്ഥാന ഗവൺമെൻറ് പോയി വായ്പ ചോദിച്ച് 13,500 കോടി കടമെടുക്കാൻ അവസാനം സുപ്രീം കോടതിയുടെ സമ്മർദ്ദത്തോടുകൂടി കേന്ദ്രം സമ്മതിച്ചു. അതിനകത്ത് ഈ ഇലക്ട്രിസിറ്റി രംഗത്തെ പരിഷ്കരണത്തിന് 4,866 കോടിയും ഉണ്ടായിരുന്നു. അപ്പോൾ ആ 4,866 കോടി വാങ്ങാൻ വേണ്ടി പല പരിശ്രമങ്ങളും സംസ്ഥാന ഗവൺമെൻറ് നടത്തി. പക്ഷേ കഴിഞ്ഞ ധനവർഷത്തിൽ മാർച്ച് 31 വരെയും ആ കടമെടുക്കൽ നടന്നില്ല. കാരണം പല കാര്യങ്ങളിലും തട്ടി അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയായിരുന്നു. അവസാനം സംസ്ഥാന ഗവൺമെൻറ് മാർച്ച് മാസത്തോടുകൂടി സംസ്ഥാന ഗവൺമെൻറ് സമർപ്പിച്ച ഒരു പ്രപ്പോസൽ, അതായത് ക്യാപെക്സ് മോഡൽ എന്നൊരു മൂലധനം മുടക്കിക്കൊണ്ട് ഈ സൗകര്യം, അതായത് ഈ സ്മാർട്ട് മീറ്റർ വാങ്ങിക്കുവാനുള്ള തീരുമാനം സർക്കാർ തന്നെ മുന്നോട്ട് വച്ചു. അങ്ങനെ മുന്നോട്ട് വെച്ച് ആ ക്യാപെക്സ് മോഡൽ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മോഡൽ, സംസ്ഥാന ഗവൺമെൻറ് തന്നെ അതിനുള്ള മൂലധനം ചെലവഴിക്കും. ടെൻഡർ വിളിച്ച് ആ ടെൻഡറിൽ ഏറ്റവും അനുയോജ്യമെന്ന് തോന്നുന്ന കമ്പനിക്ക് ടെൻഡർ കൊടുക്കുക. എന്നിട്ട് അതിന് വേണ്ട മൂലധന ചെലവ് സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുക്കുക. ഏതെങ്കിലും ഒരു കമ്പനിക്ക് ടെൻഡർ കൊടുക്കുമ്പോൾ നാച്ചുറലി അവർക്ക് മൂലധന ചെലവ് വരുമല്ലോ. ആ മൂലധന ചെലവ് സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തല്ലേ തീരുള്ളൂ.
ആ കണ്ടീഷനോട് കൂടിയാണ് സംസ്ഥാന ഗവൺമെന്റ് സമർപ്പിച്ച ക്യാപെക്സ് മോഡൽ കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ക്യാപെക്സ് മോഡൽ അനുവദിക്കുമ്പോൾ പോലും അതിന് കേന്ദ്രത്തിന്റെ ഭാഗത്ത്, കേന്ദ്രമാണെങ്കിലും അങ്ങനെ ഒരു ചെലവും വരുമായിരുന്നു. അപ്പൊ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വരുമായിരുന്ന ചെലവ് പദ്ധതിയുടെ ഇതിന്റെ പരിധിയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുക എന്ന ഒരു തീരുമാനവും കൂടി കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നു. അപ്പൊ അങ്ങനെ വെട്ടിക്കുറയ്ക്കുന്ന എമൗണ്ട് 1226 കോടിയാണ്. അങ്ങനെ കുറയ്ക്കാൻ തീരുമാനിച്ചത്. അതായത് ക്യാപെക്സ് മോഡലുമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് മുൻപോട്ട് പോയപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അത് അനുവദിച്ചു. പക്ഷേ 1266 കോടി, നേരത്തെ ഞാൻ സൂചിപ്പിച്ച 4866 കോടിയാണ് ഇലക്ട്രിസിറ്റി രംഗത്തെ പരിഷ്കരണങ്ങൾക്ക് പറഞ്ഞിരുന്ന കടമെടുക്കാനുള്ള സാധ്യത. അതിൽ നിന്ന് 1266 കോടി വെട്ടിക്കുറച്ചുകൊണ്ട് ബാക്കി തുക അനുവദിക്കാമെന്ന് കേന്ദ്രം സമ്മതിക്കുന്നു. അങ്ങനെ സ്മാർട്ട് മീറ്ററുമായിട്ട് മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യം ആണ്. ടെൻഡറിന് വേണ്ടി കമ്പനികളെ ക്ഷണിച്ചിരിക്കുന്നു. അങ്ങനെ കമ്പനികൾ ക്ഷണിച്ച കൂട്ടത്തിൽ ഒരുപക്ഷെ നമ്മുടെ കെൽട്രോണും, കേരളത്തിൽ നിന്നുള്ള കെൽട്രോണും ആ ടെൻഡറുകാരുടെ കൂടെ വന്നേക്കും. ഈ ടെൻഡർ കിട്ടുന്നതും കെൽട്രോൺ ആയിക്കൂടാ എന്നില്ല. അപ്പോൾ ഈ ക്യാപെക്സ് മോഡൽ അനുസരിച്ച് ഇപ്പോൾ ടെൻഡർ വിളിച്ചിരിക്കുന്നത് 3 ലക്ഷം സ്മാർട്ട് മീറ്ററുകൾ ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെ അത് സപ്ലൈ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ്. ഈ 3 ലക്ഷം പോരാ, 37 ലക്ഷമോ ഒരുപക്ഷെ അതിലധികമോ സ്മാർട്ട് മീറ്ററുകൾ വേണ്ടിവരും. ആദ്യം 3 ലക്ഷത്തിൽ കണ്ണുവച്ചിരിക്കുന്നത് സർക്കാർ ഓഫീസുകൾ, വ്യവസായ ഉപഭോക്താക്കൾ എന്നിവരെ ഉദ്ദേശിച്ചാണ്. അവർക്ക് ആദ്യം തന്നെ സ്മാർട്ട് മീറ്റർ കൊടുക്കുക. അങ്ങനെ സ്മാർട്ട് മീറ്റർ എത്തിച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ഭാഗത്തേക്ക് ടെൻഡർ വിളിച്ച് ഇതേ കമ്പനിയെ കൊണ്ട് തന്നെ എടുപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പം എങ്ങനെയാണെങ്കിലും 2025 ആകുമ്പോഴത്തേക്ക് 3 ലക്ഷം സ്മാർട്ട് മീറ്ററുകൾ റെഡിയാകും. അത് കഴിഞ്ഞ് 25-26 ഒക്കെ ആകുമ്പോഴത്തേക്കും ബാക്കി ഈ ഉപഭോക്താക്കൾക്ക് കൂടി സർവ്വ മേഖലകളിലേക്കും ഉപഭോക്താക്കളുടെ ആവശ്യം അനുസരിച്ച് സ്മാർട്ട് മീറ്റർ എത്തിക്കും. അങ്ങനെ ഈ വിതരണ നഷ്ടം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വിതരണ സമയത്ത് 18 മുതൽ 30% വരെ ഇലക്ട്രിസിറ്റി നഷ്ടപ്പെടുന്നതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത് കേരളത്തിൽ. ആ വിതരണ നഷ്ടം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ കഴിയും. അത് സ്മാർട്ട് മീറ്റർ ആയതുകൊണ്ട് തന്നെ ഓഫീസുകളിൽ ഇരുന്ന് തന്നെ മോണിറ്റർ ചെയ്യാം. ഇലക്ട്രിസിറ്റി മോഷ്ടിക്കുന്നു എന്ന് വരുന്ന പക്ഷം ആ മീറ്റർ തന്നെ വിച്ഛേദിക്കാനുള്ള, കണക്ഷൻ തന്നെ വിച്ഛേദിക്കാനുള്ള സൗകര്യങ്ങൾ ഇതെല്ലാം ചേർത്തിട്ടാണ് വരുന്നത്. നമുക്കറിയാം, ഇലക്ട്രിസിറ്റി വിതരണ നഷ്ടം എന്ന് പറയുന്നത് പല വ്യവസായശാലകളും, റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ ഇവരൊക്കെ ഇലക്ട്രിസിറ്റി മോഷ്ടിക്കുന്നുണ്ട്. മീറ്റർ കൃത്രിമം കാണിച്ച് ചിലപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥർ തന്നെ സഹായം ചെയ്യുന്ന കാര്യങ്ങളും വളരെയധികം നമ്മൾ കേട്ടിട്ടുണ്ട്, നേരിട്ട് അനുഭവിച്ചിട്ടുമുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം അതിനൊക്കെ അറുതി വരുത്താൻ ഈ സ്മാർട്ട് മീറ്റർ വരുന്നതോടുകൂടി സാധിക്കും. അത് മാത്രവുമല്ല, ഇപ്പം ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെയർമാനായിട്ട് വന്നിരിക്കുന്ന ബിജു പ്രഭാകർ വളരെ ഗൗരവത്തിൽ കാര്യങ്ങൾ കാണുന്ന സമർത്ഥനായ ഒരു ഓഫീസറാണ്. അപ്പം അദ്ദേഹം ഈ കാര്യത്തിൽ, അതായത് ഇലക്ട്രിസിറ്റി ബോർഡോ ഏത് വകുപ്പും അദ്ദേഹത്തിൻ്റെ കരങ്ങളിലെത്തിയാൽ നന്നാകും. നന്നായില്ലെങ്കിൽ അത് ആ വകുപ്പിൻ്റെ മാത്രം ഗതികേടാണ്, അവിടുത്തെ ജീവനക്കാരുടെ ഗതികേടാണ്. അതാണ് ഈ അദ്ദേഹത്തിൻ്റെ ആ സർവീസ് ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഉദാഹരണത്തിന് കാരുണ്യ ലോട്ടറി, അദ്ദേഹം ലോട്ടറി വകുപ്പിൻ്റെ അധ്യക്ഷനായിരുന്നപ്പോഴാണ് കാരുണ്യ ലോട്ടറി കൊണ്ടുവരികയും മാണി സാറിനെ കൊണ്ട് അത് അംഗീകരിപ്പിക്കുകയും ചെയ്തത്. അതിൻ്റെ അഡ്വാൻറ്റേജസ് ഇവിടുത്തെ എത്രയോ കോടി പാവപ്പെട്ടവർ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ബോർഡിൽ ബിജു പ്രഭാകർ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് നോക്കാം. അതായത് എറണാകുളത്തും ചെയർമാന് വേണ്ടിയിട്ട് ഒരു ഓഫീസ് തയ്യാറാക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ആർഭാടത്തിനല്ല, എല്ലായിടത്തും കണ്ണെത്തണമെങ്കിൽ അങ്ങനെ ഒരു ഓഫീസ് അനിവാര്യമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതുപോലെ തന്നെ വയർലെസ് സെക്ടറുകൾ, അതായത് ഈ എമർജൻസി ഉള്ള കാലത്ത്, ഉദാഹരണത്തിന് ഇപ്പോൾ എവിടെയെങ്കിലും മലയിടിയുന്നു, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, അങ്ങനെ ലൈൻസിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോഴുള്ള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എമർജൻസി ആയിട്ട് തന്നെ ചെയർമാനെ അറിയിക്കുക, അതല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ അറിയിക്കുക, അതിനോട് ബന്ധപ്പെട്ട അത് കറക്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥരായവരെ അറിയിക്കുക. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വയർലെസ് സെക്ടറുകൾ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് പിന്നെ അതുപോലെ ഒരു വാർ റൂം ഉണ്ടാക്കുന്നു. അതായത് 25 പ്രഗത്ഭരും സീനിയേഴ്സുമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ചേർത്താണ് ഒരു വാർ റൂം. ഈ വാർ റൂമിൻ്റെ ആവശ്യം എന്താണ്? വൈദ്യുതി മോഷണം, അഴിമതി അന്വേഷണം, ഇതിനൊക്കെ വേണ്ടിയാണ് ഒരു വാർ റൂം 25 പേരെ ചേർത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാ ഓഫീസുകളും വയർലെസ് സെറ്റുമായിട്ട് ബന്ധപ്പെടുത്തുന്നു. സാറ്റലൈറ്റ് ഫോൺ സർവീസ് ഉണ്ട്. അതുപോലെ
ഓഫീസുകൾക്ക് ഗ്രേഡിംഗ് സമ്പ്രദായവും കൊണ്ടുവരുന്നു. അങ്ങനെ KSEB വാഹനങ്ങളിൽ GPS ഘടിപ്പിക്കുകയും ചെയ്യും. നമ്മൾ കേട്ടിട്ടുണ്ട് KSEBയിലെ ചെറിയ താണ നിലവാരത്തിലുള്ള ഓഫീസർമാർ പോലും വണ്ടി ലഭ്യമാണെങ്കിൽ ആ വണ്ടി കൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തുള്ള സ്വന്തം വീട്ടിലെ പോകുന്നതും അവിടുത്തെ ഷോപ്പിംഗ് നടത്തുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിനെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോൾ GPS ഘടിപ്പിച്ചു കഴിഞ്ഞാൽ എന്നാലേ ഈ മിടുക്കര് ആ GPS ഒക്കെ ഡിസ്കണക്ട് ചെയ്ത് കാര്യം നടത്തുമേ. പക്ഷേ എങ്കിലും അത് ഡിസ്കണക്ട് ചെയ്തു എന്ന് കണ്ടെത്താമല്ലോ, അവൻ്റെ പേരിൽ അപ്പോഴും ആക്ഷൻ എടുക്കാമല്ലോ. അങ്ങനെ GPS സംവിധാനം കൊണ്ടുവരുന്നു. അങ്ങനെ അടിമുടി മാറ്റങ്ങളുടെ ഒരു കാലഘട്ടത്തിലൂടെ ഇലക്ട്രിസിറ്റി ബോർഡ് കടന്നു പോകാൻ പോവുകയാണ്. ഇപ്പോൾ കേരളം ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ബില്ല് പെർ യൂണിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ് കേരളത്തിലെ ഉപഭോക്താക്കൾ. അവർക്ക് ഒരു പക്ഷേ ഇത്തരം മാറ്റങ്ങളോടെ ഇതിൽ നിന്ന് വീണ്ടും കുതിച്ചു ചാടുകയില്ല ഇലക്ട്രിസിറ്റി ബില്ല് എന്നെങ്കിലും സമാധാനിക്കാം. സ്മാർട്ട് മീറ്റർ വരുമ്പോൾ ഇലക്ട്രിസിറ്റി ബില്ലിൽ കുറവ് വരും എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ പറ്റിയില്ലെങ്കിൽ ഒരു കുതിച്ചു ചാട്ടം ഉണ്ടാകുകയില്ല എന്നെങ്കിലും പ്രതീക്ഷിക്കാം. അങ്ങനെ ഇലക്ട്രിസിറ്റി, അതായത് പ്രകാശം, നന്നായി സന്തോഷത്തോടെ പ്രകാശം അനുഭവിച്ച് ജീവിക്കാൻ കേരളീയർക്ക് ഇടവരട്ടെ.